ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1887. ഇന്ന് മാർച്ച് മാസം 1-ാം തീയതി. ഈ ആണ്ടിലെ 60-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് 3-ാം മാസത്തിന്റെ ആദ്യ ദിനമാണ്. എല്ലാ മനുഷ്യർക്കും അവനവൻ്റെതായ ചില പെരുമാറ്റ മര്യാദകളും രീതികളുമൊക്കെ ഉണ്ട്. അത് രണ്ടു വിധത്തിലാണ് ഓരോരുത്തരും പ്രകടിപ്പിക്കുക, സൂക്ഷിക്കുക. പെരുമാറ്റ മര്യാദകൾ ആന്തരികമായി കാത്തു സൂക്ഷിക്കുന്നവരുണ്ട്, ബാഹ്യമായി നിലനിർത്തുന്ന ആളുകളുമുണ്ട്. നമ്മൾ ഏത് കൂട്ടത്തിൽപ്പെട്ടതാണ്? മുന്നിൽ വരുന്ന ഓരോ മനുഷ്യരുടെയും സ്ഥാനവും നിലവാരവും അവരിലൂടെ എനിക്കുള്ള പ്രയോജന സാധ്യതകളുമൊക്കെ അളന്ന് കണക്കുകൂട്ടി അങ്ങോട്ട് പെരുമാറുന്ന ആളാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ ഒരു സ്വഭാവ വൈശിഷ്ട്യവുമുള്ള ആളല്ല, സ്വാഭാവികമായ ഒരു നന്മയുമുള്ള ആളല്ല ഞാൻ. മുതിർന്നവരെയും ഉയർന്നവരെയും അങ്ങനെ ബഹുമാനിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. താഴ്ന്നവരെയും സാധാരണക്കാരോടുമൊക്കെ ഒരു ആദരവും പ്രകടിപ്പിക്കാനായിട്ട് എനിക്ക് കഴിയാറുമില്ല. ചില സാമ്പ്രദായിക ചട്ടങ്ങൾ എങ്ങനെയോ നമ്മളുടെ ജീവിതത്തിനകത്ത് പെട്ടിട്ടുണ്ട്. ഇളയവരാണ് മൂത്തവർക്ക് ബഹുമാനം നൽകേണ്ടത്, ശിഷ്യരാണ് ഗുരുക്കന്മാർക്കത് കൊടുക്കേണ്ടത്. സ്ഥാനങ്ങൾ കയറുന്നതനുസരിച്ച്, സ്ഥാനങ്ങളിലൂടെ ഉയർച്ചയിലെത്തുന്നതനുസരിച്ച് കൂടുതൽ ലഭിക്കേണ്ടവരാണ് തങ്ങളെന്നൊക്കെ ഓരോരുത്തർക്കും തോന്നുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, ഒരു വലിയ നോമ്പിന്റെ തൊട്ടടുത്ത് എത്തി നിൽക്കുമ്പോൾ ആ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയ ഗുരുവിനെ അറിയാതെങ്കിലും ഒന്ന് ഓർക്കുന്നത് ഒരു സാഹസകാര്യം തന്നെയാണ്. അവനവന്റെയൊക്കെ കൂടെ നിൽക്കുന്ന ആളുകളെ കണ്ടെത്താനായിട്ട് രണ്ട് മാർഗങ്ങളുണ്ട്. ഒന്നെങ്കിൽ ഇടയ്ക്കെന്ന് തളർന്ന് വീണാൽ മതി, അല്ലെങ്കിൽ വല്ലപ്പോഴും വന്ന് വേക്ഷ പ്രസന്നനായി മാറിയാൽ മതി. കരുത്തുള്ളപ്പോ നമുക്ക് ചുറ്റിനും കാവലായി ആരൊക്കെയുണ്ട്. അവരാ കരുത്തിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിച്ചു നിൽക്കുന്നവരാ, അല്ലെങ്കിൽ അധികാരിയുടെ അടുത്തയാളാണ് താനുമെന്ന് ആരെയൊക്കെ തോന്നിപ്പിക്കാനായിട്ട്, ആ അഹന്തയിൽ ആയിരിക്കാനായിട്ടാണ്. എല്ലാവരും ബഹുമാനിക്കുന്നത് ശരിക്കും ഓരോരുത്തരുടെയും സ്ഥാനമാനങ്ങളെയായി മാത്രം മാറും. വ്യക്തിയെ ബഹുമാനിക്കാനായിട്ട് ആരും പഠിക്കുന്നില്ല. അവിടെയാണ് ഈ പെരുമാറ്റ മര്യാദകളൊക്കെ ആന്തരികമായി കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ക്രിസ്തുയേശു ഓർമ്മപ്പെടുത്തുന്നത്. അതും തന്റെ ശിഷ്യരുടെ കാലുകൾ കഴുകാനായിട്ടുള്ള വിനയവും ലാളിത്യവും എളിമയും താഴാഴ്മയും. പ്രാർത്ഥനയോടുകൂടി ആമേൻ.